നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കാഞ്ഞിരപ്പുഴയിൽ വീണ് യുവാവിനെ കാണാതായി. കനത്ത മഴയിൽ തലശ്ശേരിയിലും പരിസരങ്ങളിലും വ്യാപക ദുരിതങ്ങളും നാശനഷ്ടങ്ങളും. മൂഴിക്കരയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണ് തൊട്ടടുത്ത കിണർ തകർന്നു. സംഘപരിവാറിന് കുഴലൂതുന്ന സമീപനമാണ് വി.ഡി. സതീശൻ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എസ്.എഫ്.ഐ. സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ LDF-ന്റെ ബഹുജന മാർച്ച്. രാമായണത്തിലെ മൂല്യങ്ങളും സന്ദേശങ്ങളും പുതുതലമുറയ്ക്ക് ലളിതമായി പരിചയപ്പെടുത്തുന്ന രാമായണം നല്ല പാഠം പുസ്തകം തലശ്ശേരിയിൽ പ്രകാശനം ചെയ്തു. പുസ്തകം രചിച്ചത് എഴുത്തുകാരി EV ജീജ. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കാഞ്ഞിരപ്പുഴയിൽ വീണ യുവാവിനെ കാണാതായി. മണത്തണ വില്ലേജിലെ കൊട്ടൻചുരത്തുള്ള ഹനീഫയെയാണ് ഉച്ചയ്ക്ക് കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായത്. കനത്ത മഴയെ തുടർന്ന് പുഴയിൽ ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇതേ തുടർന്നാണ് അപകടം. പുഴയിലൂടെ ഒഴുകിയെത്തുന്ന തേങ്ങകൾ പിടിക്കുന്നതിനിടെയാണ് ഹനീഫ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ശക്തമായ ഒഴുക്കിൽപ്പെട്ട ഹനീഫയെ പിന്നീട് കണ്ടെത്താനായില്ല. വിവരം ലഭിച്ചതോടെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ മുതൽ നിർത്താതെ പെയ്ത മഴയിൽ തലശ്ശേരിയിലും പരിസരങ്ങളിലും വ്യാപക ദുരിതങ്ങളും നാശനഷ്ടങ്ങളും. മഴവെള്ളം ഓടകളിൽ ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നതോടെ മിക്ക റോഡുകളിലും ഗതാഗതം താറുമാറായി. തലശ്ശേരി നഗരത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളം കയറി. ടയറുകൾ മുങ്ങുന്ന തരത്തിൽ വെള്ളത്തിലൂടെ ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ കഷ്ടപ്പെട്ട് കടന്നുപോയെങ്കിലും ഓട്ടോറിക്ഷ, ഇരുചക്ര വാഹനങ്ങൾക്ക് മിക്ക റോഡുകളിലൂടെയും കടന്നുപോകാനായില്ല. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ സന്തോഷ് ആശുപത്രി പരിസരം, ടാക്സി സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായി. തുടർന്ന് ടാക്സികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മാറ്റിയിട്ടു. കുയ്യാലി, ചെറക്കര, ഗുഡ്ഷെഡ് റോഡുകൾ ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ വെള്ളക്കെട്ടിലമർന്നു. ഗുഡ്ഷെഡ് റോഡ് വെള്ളത്തിൽ മുങ്ങിയതിനാൽ ഇതിലെ ചെറുവാഹനങ്ങൾ ഓടിയില്ല. ഇതേ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ 1-ാം പ്ലാറ്റ്ഫോമിലെത്തേണ്ട യാത്രക്കാർ രാവിലെ മുതൽ ഏറെ പ്രയാസപ്പെട്ടു. കുയ്യാലി ഭാഗത്തുനിന്നും തലശ്ശേരി ഭാഗത്തുനിന്നും 1-ാം പ്ലാറ്റ്ഫോറത്തിലെത്താനുള്ള 2 റോഡുകളിലും വെള്ളക്കെട്ടായിരുന്നു. ട്രെയിനിറങ്ങിയ ഒട്ടേറെ യാത്രക്കാർ പുറത്തു കടക്കാനാവാതെ ഏറെ സമയം 1-ാം പ്ലാറ്റ്ഫോറത്തിൽ കുടുങ്ങി. പരിസരത്തുള്ളവരുടെ സഹായത്തോടെയാണ് മിക്കവരും പുറത്തു കടന്ന് നഗരത്തിലെത്തിയത്. അമൃത് ഭാരത് പദ്ധതിയിൽ കോടികൾ മുടക്കി നവീകരിച്ച റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിപ്പെടാൻ യാത്രക്കാർ നേരിടുന്ന പ്രയാസങ്ങൾ റെയിൽവേ അധികാരികൾ കാണുന്നില്ലെന്ന് സമീപവാസികൾ കുറ്റപ്പെടുത്തി. റെയിൽവേ സ്ഥലത്ത് വാഹന പാർക്കിംഗ് ഒരുക്കാൻ സ്ഥലം മണ്ണിട്ട് ഉയർത്തിയതോടെയാണ് സമീപ റോഡുകൾ വെള്ളത്തിലായതെന്നാണ് ആരോപണം. ഗുഡ്ഷെഡ് റോഡിലെ പരിസരത്തുള്ള 3 വീടുകളിൽ വെള്ളം കയറിയതിനാൽ താമസക്കാരെ ഒഴിപ്പിച്ചു. ഓടകൾ അടഞ്ഞതാണ് മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ ഇടയാക്കിയത്. മഞ്ഞോടി, ടെമ്പിൾ ഗേറ്റ് പരിസരം, കോടിയേരി വായനശാല പരിസരം, ബൈപ്പാസ് സർവീസ് റോഡുകൾ എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായി. തകർത്തു പെയ്ത മഴയിൽ മൂഴിക്കരയിൽ വീട്ടുകിണർ ഇടിഞ്ഞ് തൊട്ടടുത്ത കിണർ തകർന്നു. കുളിമുറിക്കും നാശനഷ്ടമുണ്ടായി. ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. മൂഴിക്കര പുറക്കണ്ടി ക്ഷേത്ര റോഡിന് മുകൾ ഭാഗത്തെ സോപാനം വീടിന്റെ അടുക്കള ഭാഗത്തെ മതിലാണ് ഇടിഞ്ഞത്. മതിലിന്റെ കല്ലും മണ്ണും കിണറിലേക്ക് വീണ് കിണർ പൂർണ്ണമായും തകർന്നു. കുളിമുറിയുടെ തറയിലെ ടൈലുകളും പൊട്ടി. കിണർ തകർന്നതോടെ വീട്ടുകാരുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. രാവിലെ വീട്ടുകാരി തുണികൾ അലക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് വൻ ശബ്ദത്തിൽ മതിൽ ഇടിഞ്ഞതെന്നും മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടതെന്നും വീട്ടുടമ ജയൻ പറഞ്ഞു. ഏതാണ്ട് 3 ലക്ഷത്തിന്റെ നാശനഷ്ടം സംഭവിച്ചതായി ജയൻ അറിയിച്ചു. വിവരമറിഞ്ഞ് വാർഡ് അംഗം MV സ്മിത, തലശ്ശേരി ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്തെത്തി. ശനിയാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ പൂക്കോം അടിയാരം ശിവക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തെ ചുറ്റുമതിൽ തകർന്നു വീണു. മതിലിന്റെ വലിയൊരു ഭാഗമാണ് തകർന്നു വീണത്. സംഭവ സമയത്ത് റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി.
തുടർച്ചയായ മഴയെ തുടർന്ന് മണ്ണ് ദുർബലമായതാണ് മതിൽ തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. മതിൽ പൂർണ്ണമായും തകർന്നതിനാൽ ക്ഷേത്രത്തിന് ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളും ക്ഷേത്ര ഭാരവാഹികളും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴ തുടരുന്നതിനാൽ മതിലിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും അപകടാവസ്ഥയിലാണോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയും അടിയന്തരമായി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെമ്പാടിനടുത്തുള്ള മനേക്കരയിൽ 2 ഇടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. വാഹനയാത്രക്കാർ ഇതോടെ ദുരിതത്തിലായി. കുണ്ടുകുളങ്ങര ഭാഗത്തും മനേക്കര മാവേലി സ്റ്റോറിന് സമീപവുമാണ് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ബസ്സുകൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. റോഡിന്റെ വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലായതിനാൽ ഇരുചക്രവാഹന യാത്രക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതീവ ജാഗ്രതയോടെയാണ് ഈ ഭാഗത്തുകൂടെ കടന്നുപോകുന്നത്. വെള്ളത്തിനടിയിൽ കുഴികളുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ അപകട സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ചില വാഹനങ്ങൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സമീപത്തെ ബദൽ വഴികളിലൂടെയാണ് യാത്ര തുടർന്നത്. കനത്ത മഴ തുടരുകയാണെങ്കിൽ വെള്ളക്കെട്ട് കൂടുതൽ വ്യാപിക്കാനും ഗതാഗത തടസ്സം രൂക്ഷമാകാനുമുള്ള സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. റോഡിലെ വെള്ളം എത്രയും വേഗം ഒഴുക്കിക്കളയാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in paces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. സംഘപരിവാറിന് കുഴലൂതുന്ന സമീപനമാണ് VD സതീശൻ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ ജനകീയ പ്രതിഷേധമുയർത്തി ചുക്ലി പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ കാര്യം പദ്ധതികളെ പിരിച്ചുവിടുന്നു. ലൈഫ് മിഷൻ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. ആർദ്രം മിഷൻ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിക്കുന്നു. കേരളത്തിന്റെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് മരുന്നില്ല, ഡോക്ടറില്ല, സേവനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വരക്കോൽ പുരുഷു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ്, KK ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. ഉദയൻ, K. ദിനേശ് ബാബു, T. ജയേഷ്, P. രഗ്നേഷ് കവിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. LDF ചുക്ലി പഞ്ചായത്ത് കൺവീനർ VK രാകേഷ് സ്വാഗതം പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ LDF പ്രതിഷേധ ധർണ നടത്തി. പന്നിനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കനത്ത മഴയെയും വെള്ളക്കെട്ടിനെയും അവഗണിച്ചാണ് ചെമ്പാട് നിന്നും പ്രവർത്തകർ പന്നിനൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയത്. പന്നിനൂരിൽ നിന്നും LDF പ്രവർത്തകരും പ്രകടനമായി എത്തി. CPM പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ള പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. UDF ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു ആ ബഡ്ജറ്റ് അവതരണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പന്തന്നൂർ ഗ്രാമപഞ്ചായത്ത് നമുക്ക് ബഡ്ജറ്റിനകത്ത് 12,62,000 രൂപയുടെ കുറവാണ് ബഡ്ജറ്റിന്റെ ഭാഗമായി ഉണ്ടായത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, LDF ഗവൺമെന്റിന്റെ കാലത്ത് അവസാനം 3ാം ഗഡു അവസാന ഗഡു അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ നൽകേണ്ട 3ാം ഗഡു നൽകുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അതിന് അനുമതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചോദിച്ചു. പന്നിനൂർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K. ഗോപാലൻ, K. മോഹനൻ മാസ്റ്റർ, K. ജയരാജൻ എന്നിവർ സംസാരിച്ചു. NP രാജൻ സ്വാഗതം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ച വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് LDF പാട്യം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു.
പാട്യം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ച് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ഷബ്ന ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭാ മന്ദിരത്തിന്റെ മുന്നിൽ കേരളത്തിലെ എല്ലാ കോർപ്പറേഷൻ അധ്യക്ഷന്മാരും മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാരും അടങ്ങിയിട്ടുള്ള ഒരു ധർണയും ജൂലൈ 30-ന് അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ അവസരത്തിലാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് ഈ പറയുന്ന 1-3 തീയതികളിലോ എല്ലാ തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകളുടെ മുന്നിലും സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായതായി ഉദ്ഘാടന പ്രസംഗത്തിൽ ഷബ്ന ആരോപിച്ചു. LDF പാട്യം പഞ്ചായത്ത് കമ്മിറ്റി അംഗം പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ MC രാഘവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. CPI മണ്ഡലം കമ്മിറ്റി അംഗം T മജീദ്, CPM കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP പ്രദീപ് കുമാർ, മുഹമ്മദ് ഫായിസ് അരൂൾ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. രാമായണത്തിലെ മൂല്യങ്ങളും സന്ദേശങ്ങളും പുതുതലമുറയ്ക്ക് ലളിതമായി പരിചയപ്പെടുത്തുന്ന രാമായണം നല്ല പാഠം എന്ന പുസ്തകം തലശ്ശേരിയിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരി EV ജീജ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് തലശ്ശേരി പേൾവ്യൂ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. തലശ്ശേരി പേൾവ്യൂ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചൂരായി ചന്ദ്രൻ മാസ്റ്റർ പുസ്തകം പ്രകാശനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ KC സദാനന്ദൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. അതുകൊണ്ട് രാമായണ പഠനം ഒരു 3-ാം സ്റ്റേജിലേക്ക് വായന ജിജിയെ പോലുള്ള ആളുകൾ എഴുതുന്നു. പിന്നെ 3-ാം സ്റ്റേജിലേക്ക് പോകുമ്പോൾ വിമർശന ബുദ്ധി ഉൾക്കൊള്ളാനും കഴിയും. അപ്പോൾ രാമായണം ഇങ്ങനെ ഓരോ വർഷവും നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് അവിടെ നിർത്തിക്കൂടെ, അപ്പുറത്തേക്ക് പോകണം. കാരണം ജെൻസി ഇതിവിടെ എന്ന് പറയുമ്പോൾ ജെൻസിയാണ്. ജെൻസി നമ്മൾ ഓർമ്മ അറിയില്ല. ജെൻസി എന്നൊരു പേര് മാത്രമാണ്, കാർമികമായ ഒരു പേര് ഉള്ളൂ. ജെൻസി പരമ്പരാഗതമായ പാർട്ടിയുടെ അടിച്ചു കൊടുത്ത് പെട്ടെന്ന് ഒരു ദിവസത്തിലെ പുതിയ പാർട്ടിയെ കൊണ്ടുവരും. ജെൻസി എന്ന് പറയുമ്പോൾ ജനറേഷൻ X, ജനറേഷൻ Y, ജനറേഷൻ Z എന്നേ അർത്ഥമുള്ളൂ. അത് ജെൻസി ഒരു പുതിയ വാക്കായി നമുക്ക് തോന്നുക. ഒരു പുതിയ ജനറേഷൻ വന്നപ്പോൾ അതിന് ജനറേഷൻ X കൊടുത്തു. പിന്നെ അടുത്തത് ജനറേഷൻ Y ആയി. പിന്നെ വന്നതാണ് ജനറേഷൻ Z. പിന്നെ Z കഴിഞ്ഞ അക്ഷരമില്ല. അത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആൽഫ തുടങ്ങി. ജനറേഷൻ ആൽഫ വന്നു, ജനറേഷൻ ബീറ്റ വന്നു, ഗാമ വന്നു. ഇതിങ്ങനെ മാറുകയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഉള്ള ഗാമയൊന്നുമല്ല നമ്മൾ ആലോചിക്കുന്നത്, പഴയ ജൻസിനെ പറ്റി ആലോചിക്കുന്നത്. ആണ് അങ്ങനെയുള്ള കുട്ടികൾ ഇത് വെള്ളം നോക്കും. വെള്ളം നോക്കലല്ല ഉണ്ടാകുക. അവരിതിനെപ്പറ്റി ഗവേഷണം നടക്കും, പഠിക്കും. അവിടെ അതിലേക്ക് പോകാൻ ജീജ ഇപ്പൊ നമുക്ക് സിദ്ധമാണ്. ജീജക്ക് എല്ലാ ഭാവങ്ങളും ചെയ്തു. ആ 3-ാം ലെവലിലേക്കും പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. വീണ്ടും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. GV ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ GV ബുക്സ് മാനേജിംഗ് ഡയറക്ടർ GV രാകേഷ് അധ്യക്ഷത വഹിച്ചു. അതിനൊക്കെ തന്നെയുള്ള പരിഹാരങ്ങൾ ഈ രാമായണത്തിലുണ്ട്. നമ്മൾ ഓരോ ദിവസവും കുട്ടികൾക്ക് പറഞ്ഞു, നമ്മളിപ്പോൾ രാവിലെ എഴുതിയിട്ട് മോനെ ഈ പത്രത്തിലെ വാർത്ത ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിക്കും മനസ്സിലാവില്ല. അതിനു വേണ്ടിയിട്ടാണ് രാമായണം ഇത്തരത്തിലുള്ള കഥകളൊക്കെ നടക്കുന്നത്. അത് നമ്മുടെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം. ആ സംസ്കാരം നമ്മുടെ പൈതൃകമായിട്ട് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മുടെ മക്കൾക്കൊക്കെ പറയണം. ഇപ്പൊ ഒരു വിവാദം നടക്കുന്നുണ്ടല്ലോ, ഒരു ഭക്ഷണം അമ്മമാർ വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നപ്പോൾ സ്ത്രീ വിരുദ്ധമായി. അത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധതൊന്നും അതിലൊന്നും കാണണ്ട. നമ്മുടെ ഏവർക്കും അറിയാവുന്ന നമ്മുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് തന്നെയാണ് EV ജീജയും ഇവിടെ ചെയ്യുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. പുണ്യകൃഷ്ണൻ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് എഴുത്തുകാരി EV ജീജ മറുപടി പ്രസംഗം നടത്തി. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ബുക്ക് എഴുതുന്നത്. രാമായണ മാസത്തിൽ തന്നെ അത് പ്രകാശനം ചെയ്യാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ രാമായണ മാസത്തിൽ അധികവും ഈ ദിനപത്രത്തിലൊക്കെ രാമായണ പാഠം എന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങൾ വരാറുള്ളത് നിങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ഞാനും 2 വർഷം മുമ്പ് മനോരമയിലൊരു ലേഖനം എഴുതി അയച്ചിരുന്നു. പക്ഷെ അത് പ്രസിദ്ധീകരിച്ച് വന്നില്ല. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയത്. കുറേ ലേഖനങ്ങൾ എഴുതി ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായിരുന്നത്. രാമായണത്തിലെ അനേകം കഥാസന്ദർഭങ്ങളെയും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയും അതീവ ലാളിത്യത്തോടെയും വായനാ സൗഹൃദമായ അവതരണത്തിലൂടെയും
പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് രാമായണം നല്ല പാഠം എന്ന കൃതി. ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ത്യാഗത്തിന്റെയും വിജയം ഉയർത്തിക്കാട്ടുന്ന രാമായണ സന്ദേശങ്ങൾ ഇന്നത്തെ സമൂഹത്തിനും പ്രസക്തമാണെന്ന കാഴ്ചപ്പാടാണ് പുസ്തകത്തിലൂടെ പങ്കുവെക്കുന്നതെന്ന് എഴുത്തുകാരി പറഞ്ഞു. ഇതിഹാസം എഴുത്തുകാർക്ക് എന്നും പ്രചോദനത്തിന്റെ വിശാലമായ മേച്ചിൽപ്പുറമാണെന്ന നിരൂപണ വിലയിരുത്തൽ ഒരിക്കൽ കൂടി ശരിവെക്കുന്നതാണ് ഈ കൃതിയെന്നും ചടങ്ങിൽ അഭിപ്രായമുയർന്നു. പാനൂർ PR ലൈബ്രറി റഫറൻസ് ലൈബ്രറിയായി ഉയർത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസത്തെ പുസ്തക പയറ്റ് പരിപാടിക്ക് തുടക്കമായി. സാഹിത്യ സാംസ്കാരിക പരിപാടികളും പുസ്തക ചർച്ചകളും ഉൾപ്പെടുത്തി ആഗസ്റ്റ് 28 വരെയാണ് പരിപാടി. പാനൂർ PR ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ പുസ്തക പയറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പല പേരുകളിലാണ് നമ്മുടെ പുസ്തകം സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈബ്രറി കൗൺസിലാണെങ്കിലും ജില്ലയിലെ 1205 ലൈബ്രറികളിലും പുസ്തകം സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേലിയേറ്റം സൃഷ്ടിക്കുകയാണ്. ചില സ്ഥലത്ത് പുസ്തക പയറ്റായിരിക്കും, പുസ്തക ചലഞ്ചായിരിക്കും. ഇപ്പം നാളെ എനിക്കൊരു പരിപാടി തന്നിരിക്കുന്നത് പുസ്തകപ്പുരയാണ്. കർക്കിടക മാസത്തിൽ പുസ്തകപ്പുര എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ വാക്കുപയോഗിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഏത് പദം ഉപയോഗിച്ചാലും നമ്മുടെ ഒരേ ലക്ഷ്യമാണ്. നമ്മുടെ പുസ്തകപ്പുര എന്ന് പറഞ്ഞാൽ, നമ്മുടെ പുസ്തക ശേഖരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയാണ്. വയലാർ അവാർഡ് ജേതാവും പ്രശസ്ത സാഹിത്യകാരനുമായ E. സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി. ലൈബ്രറി പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. രാജു കാട്ടുപുനം, ജയപ്രകാശ് പാനൂർ, പ്രേമാനന്ദ് ചമ്പാട്, P. ദിനേശൻ മാസ്റ്റർ, KP രമേശ് ബാബു, E. സുരേഷ് ബാബു മാസ്റ്റർ, അഡ്വക്കേറ്റ് KC അംജദ് മുനീർ, M. ശ്രീജ, K. സിനി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ജയചന്ദ്രൻ കരിയാട് സ്വാഗതവും K. കുമാരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗായിക S. ജാനകിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച പരിപാടി പ്രീജ മഹിജൻ ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്രൻ തായാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ഗാനാഞ്ജലിയും അരങ്ങേറി. പരിപാടിയുടെ ഭാഗമായി ആഗസ്റ്റ് 9 പുത്തൂർ PR ശതാബ്ദി മന്ദിരത്തിലും 15 ചെണ്ടയാട് PR മന്ദിരത്തിലും 22 തൂവക്കുന്ന് LP സ്കൂളിലും പുസ്തക ചർച്ച, പുസ്തക പയറ്റ്, കലാവിരുന്ന് എന്നിവ നടക്കും. സമാപന സമ്മേളനം ആഗസ്റ്റ് 28 PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്യും. ജാഗ്രതയുള്ളതും സമാധാനപരവും വികസനോന്മുഖവുമായ ഒരു സമൂഹത്തെയും രാജ്യത്തെയും കെട്ടിപ്പടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 16ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മൊകേരി പഞ്ചായത്തിലെ സർവീസിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാരെ ആദരിച്ചു. ധീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിബി ടോം ഉദ്ഘാടനം ചെയ്തു. കാക്കുന്ന പട്ടാളക്കാരെ അനുസ്മരിക്കുകയും അവരെ ആദരിക്കുകയും അവരെ ഓർമ്മിക്കാൻ കൂടെ ഇന്നത്തെ FPC 16ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് വിനിയോഗിച്ചതിൽ ഒത്തിരി സന്തോഷം. അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യ പാക് ബോർഡറിൽ LOCയിൽ ജോലി ചെയ്യുന്നത് മാത്രമല്ല, എല്ലാ പട്ടാളക്കാരും എല്ലാ സേനയുടെ വിവിധ മേഖലകളിലും സംസ്ഥാന പോലീസുമൊക്കെ ഉൾപ്പെടുന്ന വിഭാഗക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വ്യാപകമായിട്ട് പറയുമ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞാൽ കർഷകരും മുക്കുവന്മാരും ഉൾപ്പെടുന്ന വിഭാഗമാണ്. കാരണം കർഷകരും മുക്കുവന്മാരും ഇല്ല എങ്കിൽ നമ്മുടെ അന്നം മുടങ്ങും, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സമാധാനത്തോടെ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കത്തില്ല. എവിടെയെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണില് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ വിയർപ്പിന്റെ
ഫലമാണ് നമ്മളെല്ലാവരും ഗോതമ്പായിട്ട് വരിയായിട്ടും അല്ലെങ്കിൽ മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടൊക്കെ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളായിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ പണിയെടുക്കുന്ന കർഷകന്റെ വിയർപ്പിന്റെ ഫലം തന്നെയാണ്. പട്ടാളക്കാരുടെ ജീവിതത്തിൽ നിന്ന് അച്ചടക്കവും സേവന മനോഭാവവും ആത്മസമർപ്പണവും പഠിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി വളരാൻ കുട്ടികൾക്ക് സാധിക്കണമെന്ന് സിബി ടോം പറഞ്ഞു. PTA പ്രസിഡന്റ് P. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K. അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി ഉപഹാര സമർപ്പണം നടത്തി. മാനേജർ N. സുനിൽകുമാർ, മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് P. അരവിന്ദൻ, പ്രധാനാധ്യാപകൻ യൂസഫ് ഒദിയോത്ത്, സ്റ്റാഫ് സെക്രട്ടറി രജീഷ് കാളിയത്താൻ, SRG കൺവീനർ TK സന്ധ്യ, ഇന്ത്യൻ ആർമി ഓണററി ക്യാപ്റ്റൻ KV രാമൻകുട്ടി, ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച E. കുഞ്ഞുമൂസ എന്നിവർ സംസാരിച്ചു. SPC പ്രൊജക്ടിന്റെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ MK രാജീവൻ നന്ദി പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാന്മാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച അമർ ജവാൻ സ്തൂപത്തിനു മുന്നിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. ACPO VD ദീപ്തി, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ഒദിയോത്ത് രാജീവ്, K. റാഷൻ, ഷിനിത, അധ്യാപകരായ OP അനന്തൻ, K. ഷിജിൽ, MT സനീഷ്, അഖിൽ, വിനയ്, നവരാഗ്, സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ചെമ്പാട് കുണ്ടുകുളങ്ങരയിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകൻ K. കേളു മാസ്റ്ററുടെ 9ാം ചരമവാർഷികം ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. കോൺഗ്രസ് കോടിയേരി ബ്ലോക്ക് ട്രഷറർ GP പ്രേമനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറ സാന്നിധ്യമായിരുന്നു കേളു മാസ്റ്റർ. അദ്ദേഹം പ്രഗത്ഭനായ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. ദീർഘകാലം കോൺഗ്രസിൻ്റെ പന്നന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ വീട് ഒരു കോൺഗ്രസ് ഓഫീസ് പോലെയായിരുന്നു. അന്ന് നമ്മുടെ മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്ന ഈ സുധീർ കുറുപ്പും അതുപോലെ TRC അജിയോടി, അതുപോലെ കേളു മാസ്റ്റർ, ഇവരെല്ലാം വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഈ വീടുകളെ കേന്ദ്രീകരിച്ചിരിക്കുകയും അങ്ങനെ പാർട്ടിയുടെ പരിപാടികളും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ വെച്ച് ചർച്ച ചെയ്യുകയും അത് തീരുമാനിക്കുകയും ആ പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പദ്ധതികൾ ഈ വീട്ടിൽ നിന്ന്. പന്നന്നൂർ മണ്ഡലം പ്രസിഡന്റ് KP ഭാർഗവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു, K. സതീശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കോടിയേരി ബ്ലോക്ക് അംഗം KP പ്രഭാകരൻ K. കേളു മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹം ഈ പ്രദേശത്തുള്ള കോൺഗ്രസിൻ്റെ സമൂലമായ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു, അനവരതം പരിശ്രമിച്ച ഒരു നേതാവായിരുന്നു. ഈ വീട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളിലുള്ളവരൊക്കെ ഇവിടെ സംഗമിക്കുകയും ഇവിടെ വെച്ച് രാഷ്ട്രീയമായ ചർച്ചകൾ, അതുപോലെ തന്നെ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത ഒരു വീടാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര.
കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. കരിയാട് CH മൊയ്തു മാസ്റ്റർ സ്മാരക സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന പനങ്ങാട് മുഹമ്മദ് മാസ്റ്ററുടെ സ്മാരകമായി മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ച മിനി ഹാൾ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മിനി ഹാളിന്റെ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ജനവിഭാഗങ്ങൾക്കും അത് വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഇവിടെ മുസ്ലിമിൻ്റെ നേതൃത്വത്തിലുള്ളപ്പോൾ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മക്കായി പ്രവർത്തിച്ച മുഹമ്മദ് മാസ്റ്ററുടെ സ്മരണക്കായിക്കൊണ്ടാണ് ഈ മിനി ഓഡിറ്റോറിയം. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ സ്മരണയെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുവാനുള്ള ഒരു വലിയ സംരംഭമാണ്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വൈകിയ വഴിയെ എൻ്റെ സംസാരം തീർത്തിട്ടില്ല. ചടങ്ങിൽ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 2001 അന്തരിച്ച കരിയാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന CH മൊയ്തു മാസ്റ്ററുടെ സ്മാരകമായി പ്രവർത്തിക്കുന്ന മൊയ്തു മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തോടനുബന്ധിച്ചാണ് മിനി ഹാൾ പണിതത്. 250 പേർക്ക് പങ്കെടുക്കാവുന്ന പരിപാടികൾക്ക് മിനി ഹാൾ ഉപയോഗപ്പെടുത്താം. സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന P മുഹമ്മദ് മാസ്റ്ററുടെ പേരിലാണ് മിനി ഹാൾ സജ്ജീകരിച്ചത്. ചടങ്ങിൽ PK പ്രവീൺ MLA മുഖ്യാതിഥിയായി. ഇന്നും അവിടെയുള്ള കൃഷി ഓഫീസും വെറ്ററിനറി ഹോസ്പിറ്റലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉയർന്നു വന്നതാണ്. സമസ്ത മേഖലയിലും സാമൂഹ്യ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ മൊയ്തു മാഷിൻ്റെ ഈ നാമോദയം ഈ ഓഡിറ്റോറിയം വന്നതിന് ശേഷം തൊട്ടടുത്ത ജില്ലകളിലും ചിലപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആളുകൾ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറുകയും അവിടെ അദ്ദേഹത്തിന്റെ നാമോദയത്തിന് ഏറ്റവും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ, വൈസ് ചെയർമാൻ TM ബാബുരാജ്, വാർഡ് കൗൺസിലർമാരായ ഷമീന ഇല്യാസ്, KC ഹസീന, NE ഇസ്മായിൽ, മമ്മു പാലിയാട്ട്, പോക്കർ കക്കാട്, VV അഷ്റഫ്, ജസ്വീർ കരീം, ബഷീർ ആവോലം, മുഹമ്മദ് കോയപ്പള്ളി, ഹമീദ് പൊറ്റേരി, PK അബൂബക്കർ ഹാജി, T മഹറൂഫ്, MC അൻവർ, KK ഭരതൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച M ബാലകൃഷ്ണൻ റോഡ് തുറന്നുകൊടുത്തു. വളരെ കാലമായി ഈ പ്രദേശത്തുകാരുടെ ആവശ്യമായിരുന്നു റോഡ്. ഉത്തര കേരളത്തിലെ ആദ്യ പൊതുശ്മശാനം മുഴപ്പിലങ്ങാട് സമരം ചെയ്ത് നേടിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായ A ബാലകൃഷ്ണന്റെ പേരാണ് റോഡിന് നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ,
വികസനകാര്യ സ്ഥിരസമിതി ചെയർമാൻ കെ രഞ്ജിത്ത് എന്നിവർ ചേർന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തു. സിറാജ്, മഹേഷ്, വിജേഷ്, ജസ്ബീർ, അഭിമന്യു എന്നിവർ സംസാരിച്ചു. പാനൂർ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകായനം പാനൂർ വെസ്റ്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു. ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന പുസ്തകമാണ് ചർച്ച ചെയ്തത്. പ്രസിദ്ധ നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ഗുണനിലവാരം നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. എങ്കിലും ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് അയാളുടെ പുസ്തകം കൂടുതൽ ആളുകളിൽ എത്തിച്ചേരുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. ഇതുപോലുള്ള കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നു. അതിൻ്റെ പേരിൽ കുറേ പണം കിട്ടുന്നു. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും വലിയ തോതിൽ എഴുത്തുകാരെയും ഒക്കെ ആഹ്ലാദിപ്പിക്കുന്ന നമ്മുടെ സാംസ്കാരിക രംഗം വളരെ സജീവമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളിൽ അനേകം ചർച്ചകൾ ദിനംപ്രതി എന്നോണം നടക്കുന്നുണ്ട്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബൈജു കേളോത്ത് അധ്യക്ഷത വഹിച്ചു. HM4 സെക്രട്ടറി MK രാജൻ, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി PP സുധീർ കുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക RK രാജശ്രീ, വിദ്യാരംഗം ജില്ലാ കമ്മിറ്റി അംഗം T അരുൺകുമാർ, വിദ്യാരംഗം വൈസ് ചെയർമാൻ MT അനിത എന്നിവർ സംസാരിച്ചു. പുസ്തക ചർച്ചയിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു. വിദ്യാരംഗം അസിസ്റ്റന്റ് കോർഡിനേറ്റർ M സിസിലി നന്ദി പറഞ്ഞു. അടുത്ത പുസ്തക ചർച്ചയ്ക്കുള്ള M മുകുന്ദന്റെ കുട നന്നാക്കുന്ന ചോയ് വിതരണം ചെയ്തു. വിദ്യാരംഗം പാനൂർ അധ്യാപക കൂട്ടത്തിന്റെ നൃത്തശില്പവും അരങ്ങേറി. വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ KM സുനലൻ സ്വാഗതം പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അരങ്ങേറ്റുപറമ്പ് സീനിയർ ബേസിക് സ്കൂളിലെയും അരങ്ങേറ്റുപറമ്പ് സൗത്ത് LP സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ജലസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മുങ്ങിമരണങ്ങൾ തടയുക എന്ന ലക്ഷ്യവുമായാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ പഞ്ചായത്ത് ദുരന്തകർമ്മ സേനയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ജീവൻ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെന്തെല്ലാം ചെയ്യണം എന്നുള്ളത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നിഖിൽ, സൽമാൻ, സിവിൽ ഡിഫൻസ് വാർഡന്മാരായ ശരത്ത്, ആഷിഖ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. തലശ്ശേരി അഗ്നിരക്ഷാ നിലയത്തിലെ 10ഓളം സിവിൽ ഡിഫൻസ് വാർഡന്മാർ പരിപാടിയുടെ സുരക്ഷാ ചുമതല നിർവഹിച്ചു. ആ ദിവസമാണ് ഇത്. ഇന്ന് മനസ്സിലായോ? ഇന്നാണ് 2 വർഷം മുമ്പ്. അപ്പോ അവിടെ 2 സ്കൂളുണ്ടായിരുന്നു, ഒരു LP സ്കൂളും. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കാഞ്ഞിരപ്പുഴയിൽ വീണ് യുവാവിനെ കാണാതായി. കനത്ത മഴയിൽ തലശ്ശേരിയിലും പരിസരങ്ങളിലും വ്യാപക ദുരിതങ്ങളും നാശനഷ്ടങ്ങളും. മുഴിക്കരയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണ് തൊട്ടടുത്ത കിണർ തകർന്നു. സംഘപരിവാറിന് കുഴലൂതുന്ന സമീപനമാണ് VD സതീശൻ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ LDFന്റെ ബഹുജന മാർച്ച്. രാമായണത്തിലെ മൂല്യങ്ങളും സന്ദേശങ്ങളും പുതുതലമുറയ്ക്ക് ലളിതമായി പരിചയപ്പെടുത്തുന്ന രാമായണം നല്ല പാഠം പുസ്തകം തലശ്ശേരിയിൽ പ്രകാശനം ചെയ്തു. പുസ്തകം രചിച്ചത് എഴുത്തുകാരി EV ജീജ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.